പ്രിയപ്പെട്ടവരെ, സെന്റർ ഫോർ ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ഇന്ത്യ സിജിയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ഡിവിഷൻ പ്രഭാത സംവാദത്തിന്റെ 279ാമത് എപ്പിസോഡിലാണ് നാം ഉള്ളത്. ഇന്ന് നമ്മോടൊപ്പമുള്ളത് ഒരു മികച്ച അധ്യാപകനും മികച്ച അഡ്മിനിസ്ട്രേറ്ററും അതിലുപരി രാജ്യത്തിനകത്തും പുറത്തും തന്റെ കഴിവ് തെളിയിച്ച പ്രഗത്ഭനായ ഒരു ദേശീയ ട്രെയിനറുമാണ്. വിദ്യാഭ്യാസ മേഖലയിൽ വലിയ സംഭാവനകൾ നൽകിക്കൊണ്ട് MES മമ്പാട് കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസറും IQAC കോർഡിനേറ്ററുമായി സേവനമനുഷ്ഠിക്കുന്ന അദ്ദേഹം മുൻപ് അവിടെ പ്രിൻസിപ്പൽ, വൈസ് പ്രിൻസിപ്പൽ, കൺട്രോളർ ഓഫ് എക്സാമിനേഷൻസ് എന്നീ പദവികളും കൂടാതെ MES പൊന്നാനി കോളേജ് പ്രിൻസിപ്പൽ പദവിയും വിജയകരമായി അലങ്കരിച്ച വ്യക്തിത്വമാണ്. ഭാരതിയാർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മാത്തമാറ്റിക്സിൽ PhDയും പ്രശസ്തമായ IIM കോഴിക്കോടിൽ നിന്ന് ലീഡർഷിപ്പ് ട്രെയിനിങ്ങും പൂർത്തിയാക്കിയ അദ്ദേഹം ജർമ്മനി, ഫ്രാൻസ്, നെതർലാൻഡ്, UAE ഉൾപ്പെടെ 10ഓളം വിദേശ രാജ്യങ്ങൾ തന്റെ അക്കാദമിക യാത്രകളുടെ ഭാഗമായി സന്ദർശിച്ചിട്ടുണ്ട്. JCIയുടെ ഒരു മികച്ച നാഷണൽ ട്രെയിനർ കൂടിയാണ് അദ്ദേഹം. ഇൻവെസ്റ്റ് ഇൻ യുവർ സെൽഫ് എന്ന ഒരു സുപ്രധാന വിഷയത്തെ കുറിച്ച് ആണ് സാർ ഇന്ന് നമ്മോട് സംവദിക്കുന്നത്. അദ്ദേഹത്തെ ആദരപൂർവ്വം ഡിവിഷൻ മോർണിംഗ് ടോക്കിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രിയങ്കരനായ ഡോക്ടർ അനസ് എഡരത്ത് സാറെ ആദരപൂർവ്വം ഡിവിഷൻ മോർണിംഗ് ടോക്കിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പ്രോഗ്രാമിന്റെ ഡയറക്ടർ നൂസിയ മാഡം, ടീം ഇൻചാർജ് ഹസ്ന ഖാദർ, ഇതിന്റെ അണിയറ പ്രവർത്തകർ, മുഴുവൻ പാർട്ടിസിപ്പൻസ് എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് സെഷൻ കൈകാര്യം ചെയ്യുന്നതിനായി സാറ് ആദരപൂർവ്വം ക്ഷണിച്ചു. താങ്ക് യു ഫോർ ദ നൈസ് ഇൻട്രൊഡക്ഷൻ. ആദ്യമേ തന്നെ ഈ ഒരു CGയെയും ഈ ഡിവിഷൻ പ്രോഗ്രാം കോർഡിനേറ്റേഴ്സിനെയും അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. കാരണം ഇത്തരത്തിലൊരു ടോക്ക് സീരീസ് 279ാമത്തെ എപ്പിസോഡായി എന്ന് പറയുമ്പം അത് ചെറിയൊരു കാര്യമല്ല. ഇത്രയും നമ്മുടെ ലേണിംഗ്, ഷെയറിങ് ഇത്രയും ഭംഗിയായിട്ട് നടക്കുന്നു എന്നറിയുന്നതിൽ ഏറെ സന്തോഷം. അതിൽ ഭാഗവാക്കാവാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം കൂടി അറിയിക്കുകയാണ്. കൂടുതൽ മുഖവുരകളില്ലാതെ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാമെന്ന് വിചാരിക്കുന്നു. ഞാനൊരു കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഒരു നാട്ടിലെ 2 മരം മുറിക്കുന്ന 2 ആളുകൾ ജോലി അന്വേഷിച്ച് ഒരു മരവ്യാപാരിയുടെ അടുത്തെത്താണ്, മരക്കച്ചവടക്കാരൻ്റെ അടുത്തെത്താണ്. അപ്പൊ അവർക്ക് അറിയാവുന്ന തൊഴിൽ മരം മുറിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ മരക്കച്ചവടക്കാരൻ്റെ അടുത്തെത്തിയപ്പം മരക്കച്ചവടക്കാരൻ ഈ മരക്കച്ചവടക്കാരന് ഒരു ആളെ ആവശ്യമുണ്ട്. പക്ഷെ ഇവർ 2 പേരാണ് വന്നിട്ടുള്ളത്. അപ്പൊ മരക്കച്ചവടക്കാരൻ അവർക്കൊരു ടാസ്ക് കൊടുത്തു. മരക്കച്ചവടക്കാരൻ നേരത്തെ വാങ്ങി വെച്ചിട്ടുള്ള പറമ്പിലുള്ള മരങ്ങൾ മുറിക്കാൻ ഇവരെ ഏൽപ്പിക്കുകയാണ്. 2 പേരും ആരാണോ കൂടുതൽ മരം ഒരു ദിവസം മുറിച്ച് കഴിയുന്നത് അവർക്ക് അവിടെ ജോലി കൊടുക്കാം എന്നുള്ള രൂപത്തിൽ ഒരു തീരുമാനത്തിലെത്തി. പിറ്റേ ദിവസം രാവിലെ തന്നെ 2 മരപ്പണിക്കാരും മരവെട്ടുകാരും ഈ പറമ്പിലെത്തുകയും അവര് മരം മുറിച്ച് തുടങ്ങുകയും ചെയ്തു. അതിൽ ഒരു മരപ്പണിക്കാരൻ, ഒന്നാമത്തെ മരപ്പണിക്കാരന് 1 മിനിറ്റ് പോലും റെസ്റ്റ് ചെയ്യാതെ മരം മുറിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞത് എത്രയും കൂടുതൽ മരം മുറിച്ചുകൊണ്ട് ഈ ഒരു അവിടുത്തെ ഒരു സ്ഥിരം, അതായത് ആ മരക്കച്ചവടക്കാരൻ്റെ ഒരു സ്ഥിരം ജോലിക്കാരനാവണം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അപ്പം അതുകൊണ്ട് തന്നെ അയാൾ ഒരു റെസ്റ്റും എടുക്കാതെ മരം മുറിച്ചുകൊണ്ടേയിരുന്നു. അതേസമയം രണ്ടാമത്തെ ആള് പിന്നെ രാവിലെ തന്നെ ഇയാളുടെ കൂടെ തന്നെ പണി തുടങ്ങിയതാണ്. പക്ഷേ അദ്ദേഹം ഇടക്കിടക്ക് ബ്രേക്ക് എടുക്കും. ഈ ബ്രേക്ക് എടുക്കുന്നത് കണ്ട ആദ്യത്തെ മരപ്പണിക്കാരൻ സന്തോഷിച്ചു. കാരണം
ഇയാൾ ബ്രേക്ക് എടുക്കുകയാണല്ലോ, ആ സമയം കൂടി ഞാൻ മരം മുറിക്കുകയാണല്ലോ. അപ്പൊ എന്തായാലും എനിക്ക് തന്നെ ആയിരിക്കും പിന്നെ കൂടുതൽ മരം മുറിക്കാൻ പറ്റിയിട്ടുണ്ടാവുക. അപ്പൊ അതുകൊണ്ട് എനിക്ക് സ്ഥിരമായിട്ടുള്ള ജോലി ഇവിടെ കിട്ടും എന്നുള്ളത്. പക്ഷേ വൈകുന്നേരം ഈ മരക്കച്ചവടക്കാരൻ വന്ന് രണ്ടുപേരും മുറിച്ച മരങ്ങളുടെ എണ്ണം കൗണ്ട് ചെയ്തപ്പോൾ അവിടെ രണ്ടാമത്തെ മരപ്പണിക്കാരനായിരുന്നു കൂടുതൽ മരം മുറിച്ചിരുന്നത്. അപ്പൊ അവിടെ ഒന്നാമത്തെ പണിക്കാരൻ അത്ഭുതത്തോടു കൂടി രണ്ടാമത്തെ ആളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് മനസ്സിലായില്ല, എന്തുകൊണ്ടാണ് നിങ്ങൾ കുറേ സമയം റെസ്റ്റ് എടുക്കായിരുന്നു, പക്ഷേ നിങ്ങളാണിപ്പം ഇവിടെ വിജയിച്ചിട്ടുള്ളത്, കൂടുതൽ മരം മുറിച്ചിട്ടുള്ളത്. എന്തായിരുന്നു എന്താണ് നിങ്ങളുടെ ഇതിന്റെ രഹസ്യം എന്ന് ചോദിച്ചു. അപ്പോ രണ്ടാമത്തെ മരപ്പണിക്കാരൻ പറഞ്ഞു, ഞാന് റെസ്റ്റ് എടുക്കുകയായിരുന്നില്ല. യഥാർത്ഥത്തില് എല്ലാ ബ്രേക്കിന്റെ സമയത്തും ഞാൻ എൻ്റെ മഴുവിൻ്റെ മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നായിരുന്നു പറഞ്ഞു തന്നത്. ഇവിടെ ഈ ഒരു സംഭവത്തില് നമുക്കുള്ള ഒരു ലെസൺ എന്ന് പറഞ്ഞത്, നമ്മൾ ഓരോരുത്തരും പലപ്പോഴും ഒന്നാമത്തെ മരപ്പണിക്കാരൻ്റെ അവസ്ഥയിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. വിദ്യാർത്ഥികളാണെങ്കിൽ അവര് പഠിച്ചുകൊണ്ടേയിരിക്കുന്നു, പഠിച്ച് പുതിയ ഉയരങ്ങളിലെത്താൻ വേണ്ടി പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. ജോലിക്കാരാണെങ്കിൽ ജോലി ചെയ്തുകൊണ്ടേയിരിക്കുന്നു, അവർ ജോലിയുടെ തിരക്കിലാണ് അവരെല്ലാ സമയത്തും. ബിസിനസ്സുകാരാണെങ്കിൽ മീറ്റിങ്ങിൽ നിന്ന് മീറ്റിങ്ങിലേക്കായിട്ട് നിരന്തരമായിട്ട് മീറ്റിങ്ങുകൾ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇനി അതല്ല, ഈ ഒരു കൂലിപ്പണിക്കാരൻ പോലെയുള്ള ആളുകളാണെങ്കിൽ ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാനായിട്ട് അവര് ഓട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതില് ഒന്നിലും പെടാത്ത ആളുകളാണെങ്കിൽ അവര് നമ്മളെ ഫോണിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എല്ലാവരും ബിസിയാണ്. പക്ഷെ ഈ ബിസിയുടെ ഇടയ്ക്ക് നമ്മുടെ ഒരു മഴു ഷാർപ്പൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കാറുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ. എന്താണ് നമ്മുടെ മഴു ഷാർപ്പൻ ചെയ്യുക എന്നുള്ളത് കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുതിയ സ്കില്ല് നമ്മുടെ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലിന് ആവശ്യമായിട്ടുള്ള, അല്ലെങ്കിൽ പുതിയ മേഖലയിലേക്ക് നമുക്ക് പോകാൻ ആവശ്യമായിട്ടുള്ള, ഇപ്പോഴുള്ള അവസ്ഥയിൽ നിന്ന് വേറൊരു അവസ്ഥയിലേക്ക് നമുക്ക് മാറണമെന്നുണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള സ്കില്ല് ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ പുതിയ പുസ്തകങ്ങൾ, അറിവ് വർദ്ധിപ്പിക്കാനായിട്ട് പുസ്തകങ്ങൾ വായിക്കാറുണ്ടോ? നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് അതിനുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യാറുണ്ടോ? നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാനായിട്ട്, അല്ലെങ്കിൽ ഫ്യൂച്ചറിലും നമുക്ക് ആരോഗ്യം വേണം എന്നുള്ള രൂപത്തിൽ നമ്മൾ അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കാറുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മിസ്റ്റേക്സുകൾ തിരുത്താനായിട്ട് അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്താറുണ്ടോ? നമ്മുടെ ഒരു ക്യാരക്ടർ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ഫ്രെയിം ചെയ്തെടുക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ടോ? ഇതൊക്കെയാണ് ശരിക്കും നമ്മളുടെ ഒരു കോണ്ടെക്സ്റ്റിലേക്ക് വരുമ്പോൾ ഈ നമ്മുടെ മഴു മൂർച്ച കൂട്ടുക എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്റ്റീഫൻ കോൺവേ തൻ്റെ 7 ഹാബിറ്റ്സ് ഓഫ് എഫക്റ്റീവ് പീപ്പിൾ ഇതിനെ പറയുന്നത് ഷാർപ്പൻ ദ സോ എന്നാണ് അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ള ആ വാക്ക്. അവിടെ ഫിസിക്കലി ആയിട്ട്, മെന്റലി ആയിട്ട്, ഇമോഷണലി ആയിട്ട്, സ്പിരിച്വലി ആയിട്ട് ഒരു റിനീവല്, ഓരോ സമയത്തുള്ള ഒരു റിനീവലിന്റെ ആവശ്യകത അദ്ദേഹം ആ പുസ്തകത്തിൽ 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി എഫക്റ്റീവ് പീപ്പിൾ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ അദ്ദേഹം ഉണർത്തുന്നുണ്ട്. അപ്പോൾ ഇവിടെ ശരിക്കും നമ്മൾ പലപ്പോഴും ഉദ്ദേശിക്കുന്നത് ഇത്തരത്തിലുള്ള നമ്മളിപ്പോൾ നമ്മുടെ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു വർക്ക്ഷോപ്പിൽ അല്ലെങ്കിൽ ഒരു ട്രെയിനിങ്ങിൽ പങ്കെടുക്കാനുള്ള ഒരു അവസരം കിട്ടുമ്പോഴും നമ്മൾ പലപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, അതിന് പങ്കെടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ വർക്കിനെ ബാധിക്കില്ലേ, അല്ലെങ്കിൽ
ആ വർക്ക് അത്രയും സമയം നമ്മൾ വർക്ക് ചെയ്യുന്നില്ലല്ലോ എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ആക്ച്വലി അവിടെ സംഭവിക്കുന്നത് അത്തരം ഒരു പ്രോഗ്രാമിലൂടെ അത്തരം ഒരു വർക്ക്ഷോപ്പിലൂടെ നമ്മൾ പങ്കെടുത്ത് കഴിഞ്ഞ് നമ്മൾ വരുമ്പോൾ നമ്മളെ വർക്ക് കുറച്ചുകൂടി വാല്യുബിൾ ആയിട്ട് മാറുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഒരു ഓർഡിനറി പീപ്പിളും ഒരു എക്സ്ട്രാ ഓർഡിനറി പീപ്പിളും തമ്മിൽ ഉള്ള ഒരു വ്യത്യാസം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ടാലന്റിൽ മാത്രമായിരിക്കില്ല. ഈ എക്സ്ട്രാ ഓർഡിനറി പീപ്പിള് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ മഴ മൂർച്ച കൂട്ടുന്ന പ്രോസസ്സ് ഒരിക്കലും അവസാനിക്കാതെ കൊണ്ടുപോകുന്നുണ്ടാകും എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവരുടെ വർക്ക് അത് എഫക്റ്റീവായിട്ട് മാറുന്നുണ്ടാകും. അപ്പോൾ അതിനു വേണ്ടിയിട്ട് അവരെപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. നമ്മുടെ ജീവിതത്തിൽ പല ടൈപ്പ് ഇൻവെസ്റ്റ്മെന്റുകളെ കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ട്, കാണാറുണ്ട്. എന്നാൽ ലൈഫ് ലോങ് നമുക്ക് ഗുണം കിട്ടുന്ന നമ്മുടെ ജീവിതത്തിന് ശേഷവും ഒരു പക്ഷേ നമുക്ക് ഗുണം കിട്ടുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് അത് ലക്ഷങ്ങൾ ആവശ്യമുള്ള ഇൻവെസ്റ്റ്മെന്റ് അല്ല. അത് കമ്മിറ്റ്മെന്റ് മാത്രം ആവശ്യമുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ്. അത് സ്റ്റോക്കിലോ ലാൻഡിലോ ഗോൾഡിലോ ഒന്നുമുള്ള ഇൻവെസ്റ്റ്മെന്റ് അല്ല. അത് മറിച്ച് അത് അവനവനിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ്. സോ ഐ വിഷ് ടു ടോക്ക് അബൌട്ട് ദ കണ്ടന്റ് ഇൻവെസ്റ്റ് ഇൻ യുവർ സെൽഫ്. നമ്മളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണമായിട്ടാണ് ഒരുപക്ഷെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോവാം. അതേപോലെ പൊസിഷൻ വേണ്ടിയിട്ടാണ്, ഒരു ലീഡർഷിപ്പ് നേതൃത്വത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട്, ആ പൊസിഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതൊരു പക്ഷേ നമ്മളെക്കാൾ മികച്ച ഒരാൾ വരുന്നത് വരെയാണ് നമ്മുടെ ഒരു അവസരം ഉണ്ടാവുക. അത് നമുക്ക് നഷ്ടപ്പെട്ടു പോയേക്കാം. അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ടെക്നോളജി റിലേറ്റഡ് ആണെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് എങ്കിൽ അതൊരു പക്ഷേ ഔട്ട്ഡേറ്റഡ് ആവാം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ആൻ ഇൻവെസ്റ്റ്മെന്റ് ഇൻ നോളജ് പേസ് ദ ബെസ്റ്റ് ഇൻട്രസ്റ്റ് എന്നുള്ളത്. നോളജിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ ഇൻവെസ്റ്റ്മെന്റിനാണ് ഏറ്റവും കൂടുതലായിട്ട് ഇൻട്രസ്റ്റ് ലഭിക്കുന്നത് എന്നുള്ളത്. അപ്പം നോളജ്, സ്കില്ല്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കുക, രണ്ട് സ്മാർട്ട് ഫോണുകൾ, ഒന്ന് നമ്മൾ റെഗുലറായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നു, ഒന്ന് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നില്ല. ഒരു 2-3 വർഷം കഴിയുമ്പോൾ അതിൻ്റെ പെർഫോമൻസ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുകയാണെങ്കിൽ, അതായത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാത്ത ആ ഒരു ഫോണ് അപ്ഡേറ്റ് ചെയ്യുന്ന ഫോണുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ പെർഫോമൻസിൽ ധാരാളം മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും. ഇത് നമ്മൾ ആലോചിക്കേണ്ടത്, ഇത്തരത്തിലുള്ളൊരു അപ്ഡേഷൻ നമ്മുടെ ലൈഫിൽ നമ്മൾ വരുത്തുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ലോകം മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ നിന്ന് അടുത്തൊരു സൂപ്പർ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞ മേഖലയിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അവിടെ നമ്മൾ എത്രത്തോളം അപ്ഡേറ്റഡ് ആണ്, നമ്മൾ എത്രത്തോളം ആ അപ്ഡേഷന് വേണ്ടിയിട്ട് നമ്മൾ എത്രത്തോളം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓട്ടോമേഷൻ്റെ കാലമാണ്. പുതിയ കരിയറുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. 2030 നിലവിലുള്ള എല്ലാ കരിയറിൻ്റെയും സ്വഭാവം മാറും എന്ന് നമ്മളെല്ലാവരും കേട്ട് കഴിഞ്ഞതാണ്. നമ്മളെല്ലാവരും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ പ്രതീക്ഷകളാണ്, പുതിയ എക്സ്പെക്റ്റേഷനുകളാണ്. ഏത് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരിൽ നിന്നുള്ള എക്സ്പെക്റ്റേഷൻ കൂടി വരികയാണ്. ഗ്ലോബലി കോമ്പറ്റീഷൻ കൂടി വരികയാണ്. ഇതൊക്കെ സംഭവിക്കുമ്പോഴും അതിന് കേപ്പബിൾ ആകുന്ന രൂപത്തിൽ നമ്മൾ എത്രത്തോളം മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഒരു കൊടുങ്കാറ്റ് ഒരിക്കല് പീറ്റർ ഡ്രക്കർ എന്ന് പറഞ്ഞ ആള് പറയുന്നുണ്ട്, ഈ കൊടുങ്കാറ്റിന്റെ സമയത്ത് കൊടുങ്കാറ്റിനേക്കാൾ ഏറെ പ്രശ്നമുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ആ കൊടുങ്കാറ്റിനെ ഫേസ് ചെയ്യുന്നത് ഇന്നലത്തെ ലോജിക്കുമായിട്ടാണെങ്കിൽ അതാണ് ആ കൊടുങ്കാറ്റിനേക്കാൾ വലിയ പ്രശ്നം എന്നുള്ളതാണ് പീറ്റർ ഡ്രക്കർ സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ അവിടെ നമ്മൾ ഇന്നലത്തെ അല്ലെങ്കിൽ ഇന്നത്തെ
പിന്നെ ലോജിക്കുമായിട്ടാണോ, ഇന്നത്തെ ഐഡിയയുമായിട്ടാണോ നമ്മൾ നാളത്തെ ഒരു ഇഷ്യൂവിനെ ഫേസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടത്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഞാനൊരു 5 ഏരിയാസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് പറയാൻ ഉദ്ദേശിക്കുകയാണ്. ഒന്നാമത്തെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇൻവെസ്റ്റ് ഇൻ യുവർ നോളജ്. നോളജ് എന്ന് പറഞ്ഞത് ഒരു ക്യാപിറ്റലാണ്. അപ്പോൾ അത് ഒരു മൂലധനമാണ് നമ്മൾ. അപ്പൊ അതിൽ നമ്മൾ എത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്യുന്നു, അതിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള നമ്മുടെ മാർഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുസ്തകങ്ങൾ വായിക്കുക, വർക്ക്ഷോപ്പുകൾ അറ്റൻഡ് ചെയ്യുക, ഓൺലൈൻ കോഴ്സുകൾ ചെയ്യുക, മെൻറ്റേഴ്സിൽ നിന്ന് നമ്മൾ പഠിക്കുക, ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടേയിരിക്കുക. നമ്മളോട് തന്നെ ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കുക, മറ്റുള്ളവരോട് ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കുക. അതിൽ നിന്നും ഉണ്ടാവുന്ന ലേണിങ്സുകൾ നമ്മൾ എടുക്കുക. ലീഡേഴ്സ് ആർ റീഡേഴ്സ് എന്ന് പറയാറുണ്ട്. അതായത് നല്ല ലീഡേഴ്സ് എല്ലാം റീഡേഴ്സ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു മേഖലയിലെ ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഒരുപക്ഷെ ഇതിൽ പങ്കെടുക്കുന്നവരെല്ലാവരും വായിക്കുന്നവരായിരിക്കാം. അങ്ങനെയാണെങ്കിൽ ആ വായനയുടെ അടുത്ത തലത്തിലേക്ക് കൊണ്ടുപോകാം. ചുരുങ്ങിയത് ഒരു 20 പേജെങ്കിലും ഒരു ദിവസം വായിക്കാനുള്ള ഒരു ശ്രമം നമ്മൾ നടത്തുക. ചുരുങ്ങിയത് ഒരു പുസ്തകമെങ്കിലും ഒരു മാസം വായിച്ചു തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. പോഡ്കാസ്റ്റുകൾ, നല്ല പോഡ്കാസ്റ്റുകളെ നമ്മൾ ട്രാവലിംഗ് സമയത്ത് നമുക്ക് ഉപയോഗപ്പെടുത്താം. അപ്പോൾ അങ്ങനെ പോഡ്കാസ്റ്റുകൾ കേട്ടുകൊണ്ട് ചെറുതായിക്കോട്ടെ, ചെറിയ ചെറിയ ലേണിംഗ് ആയിക്കോട്ടെ, അങ്ങനെ ഇൻവെസ്റ്റ്മെന്റും അങ്ങനെയാണല്ലോ നമ്മൾ പറയാറുള്ളത്. ചെറിയ ചെറിയ എമൗണ്ട് കൂട്ടി വെച്ചിട്ടാണ് നമ്മളത് വലിയ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് മാറുന്നത്. അതുപോലെ നോളജ് ലെവലിൽ നമ്മൾ ചെറിയ ചെറിയ ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തി ഒരു വർഷമോ 2 വർഷമോ കഴിയുമ്പം ഒരു എക്സ്ട്രാ ഓർഡിനറി എക്സ്പെർട്ടൈസിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളതാണ് ആ ഒരു പാർട്ടുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്. രണ്ടാമതായിട്ട് പറയാനുള്ളത് ഇൻവെസ്റ്റ് ഇൻ യുവർ സ്കിൽസ്. അപ്പം നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഡിഗ്രീസ് ഓപ്പൺ ഡോസ്, സ്കിൽസ് കീപ് ദോസ് ഡോസ് ഓപ്പൺ എന്ന് പറയാറുണ്ട്. അതായത് ഡിഗ്രി ഡോറുകളെ ഓപ്പൺ ചെയ്യും, പക്ഷേ പിന്നെ ഡോറുകൾ നമ്മുടെ മുന്നിലേക്ക് നമുക്ക് അതിലേക്ക് വഴി തുറക്കുന്നത് നമ്മുടെ സ്കില്ലുകളായിരിക്കും. അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസിനെ നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, നമുക്ക് ഒരു ടീമിനെ കൃത്യമായിട്ട് ലീഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, പുതിയ ടെക്നോളജി അല്ലെങ്കിൽ AI പോലെയുള്ള ടൂളുകൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടോ, നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ടോ. ഇതൊക്കെ നമ്മളോട് ചോദിക്കേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. അവിടെ അതിൽ എവിടെയെങ്കിലും നമുക്ക് നമ്മളൊരു പെർഫെക്റ്റ് എന്ന് പറഞ്ഞ രൂപത്തിലേക്ക് നമുക്ക് എത്തിയിട്ടുണ്ട് എന്ന് തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ നമ്മൾ അവിടെ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, നമുക്ക് അവിടെ സ്കില്ലിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു മെസ്സേജ് കണ്ടു, ഡിഗ്രീസ് ഓപ്പൺ ഡോസ്, സ്കിൽസ് കീപ് ദീസ് ഡോസ് ഓപ്പൺ എന്നുള്ളതാണ് കേട്ടോ ആ സെന്റൻസ്. അതാണ് അവിടെ പറഞ്ഞിരുന്നത്. നമ്മൾ സാധാരണഗതിയിൽ നമുക്ക് പറയും, നമ്മൾ എനിക്കറിയാം എന്ന് പറയുന്നതിന് പകരം നമ്മൾ പറയേണ്ടത് ഐ ആം ലേണിംഗ് എന്നുള്ളതാണ്, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നതാണ്. അപ്പോൾ നമ്മൾ ഒരു മേഖലയിലും നമ്മുടെ പഠനങ്ങളൊന്നും പൂർണ്ണമല്ല എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മളൊരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അറിയും എന്ന് പറയുന്നതിനേക്കാൾ കുറച്ചുകൂടി നല്ലത് അതിനെക്കുറിച്ച് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. കാരണം ഒരിക്കലും ഒരു മേഖലയെ കുറിച്ചുള്ള നമ്മളെ പഠനം ഒരിക്കലും പൂർത്തിയായിട്ടുണ്ടാവില്ല എന്നുള്ളതാണ്. മൂന്നാമത്തെ ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് പറയാനുള്ള, ആദ്യത്തെ നോളജിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ് പറഞ്ഞത്, രണ്ടാമത്തെ സ്കില്ലിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ് പറഞ്ഞത്. മൂന്നാമത്തെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞത് ഇൻവെസ്റ്റ് ഇൻ യുവർ ഹെൽത്ത് എന്നുള്ളതാണ്. നമ്മൾ പറയാറുണ്ടല്ലോ, ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്നുള്ളത്. അപ്പം നമ്മുടെ ശരീരമാണ് നമ്മുടെ ഒരു പെർമനന്റ് ഹോം എന്ന് പറഞ്ഞത്. അപ്പം അവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടോ? നമ്മൾ നേരത്തെ സൂചിപ്പിച്ച നമ്മളെ തിരക്കിനിടയിലുള്ള ഓട്ടപ്പാച്ചിലിനിടക്ക് നമ്മൾ പലപ്പോഴും നമ്മുടെ ഹെൽത്തിന്റെ കാര്യത്തിൽ നമ്മൾ കോൺഷ്യസ് അല്ല.
അപ്പൊ അവിടെയുള്ള നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കൃത്യമായി നമ്മൾ ഉറങ്ങുന്നുണ്ടോ? കൃത്യമായിട്ട് നമ്മൾ എക്സർസൈസ് ചെയ്യുന്നുണ്ടോ? നല്ല രൂപത്തിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ടോ? നല്ല രൂപത്തിൽ നമ്മൾ വെള്ളം കുടിക്കുന്നുണ്ടോ? നമ്മൾ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? അതേപോലെ സ്ക്രീൻ ടൈം പോലെയുള്ള കാര്യങ്ങളിൽ നമുക്ക് നിയന്ത്രണങ്ങളുണ്ടോ? ഇതൊക്കെ നമ്മൾ ആലോചിച്ച് നമ്മൾ അതിനനുസരിച്ചുകൊണ്ട് നമ്മൾ തീരുമാനം എടുക്കുകയും അവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് മൂന്നാമത്തെ പോയിന്റായിട്ട് പറയാനുള്ളത്. നാലാമത്തെ പോയിന്റായിട്ട് പറയാനുള്ളത് ഇൻവെസ്റ്റ് ഇൻ യുവർ ക്യാരക്ടർ എന്നുള്ളതാണ്. നമ്മുടെ സ്വഭാവത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുക. എങ്ങനെയാ നമ്മുടെ സ്വഭാവത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ഒരു സ്കിൽസൊക്കെ ഒരു ജോലിയൊക്കെ തന്നേക്കാം. പക്ഷേ നമ്മുടെ ഒരു ക്യാരക്ടറാണ് ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലെഗസി ബിൽഡ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മളെ കുറിച്ചുള്ള ഒപ്പീനിയൻസ് ആണ് നമുക്കൊരു ലെഗസി ബിൽഡ് ചെയ്യുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇൻവെസ്റ്റ്മെന്റ് നമ്മളിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ ഈവൻ ആഫ്റ്റർ അവർ ലൈഫ്, നമ്മുടെ ലൈഫിന് ശേഷവും നമ്മുടെ ഒരു ലെഗസി കീപ്പ് ചെയ്യാൻ പലപ്പോഴും കാരണം. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് നമ്മുടെ ക്യാരക്ടറിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത്. അവിടെ നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത്, നമ്മൾ ഇൻറ്റഗ്രിറ്റി ഡെവലപ്പ് ചെയ്യണം, ഡിസിപ്ലിൻ ഡെവലപ്പ് ചെയ്യണം, ഹ്യൂമിലിറ്റി ഡെവലപ്പ് ചെയ്യണം, ഗ്രാറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യണം, റെസ്പോൺസിബിലിറ്റി ഡെവലപ്പ് ചെയ്യണം. ഒരുപക്ഷെ നമ്മൾ എന്താണ് പറഞ്ഞത് എന്നുള്ളത് ചിലപ്പോൾ ഒരുപക്ഷെ ആളുകൾ മറന്നുപോയേക്കാം. പക്ഷേ നമ്മൾ എന്ത് ഫീലിംഗ് ആണ് അവർക്ക് കൊടുത്തത് എന്നുള്ളത് ചിലപ്പോൾ ഒരുപക്ഷെ അവർ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. അവർക്ക് നമ്മൾ കൊടുത്ത നല്ല അനുഭവങ്ങൾ ഒരുപക്ഷെ അവര് നമ്മൾക്ക് ശേഷവും അവർ ഓർക്കുന്നുണ്ടാകും എന്നുള്ളതാണ്. അപ്പം നമ്മുടെ റെപ്യൂട്ടേഷൻ എന്ന് പറഞ്ഞത് നമ്മളെടുത്ത ഡിസിഷൻസും അതിനനുസരിച്ച് നമ്മൾ ഫ്രെയിം ചെയ്ത ക്യാരക്ടേഴ്സുമായിരിക്കും ഒരുപക്ഷെ നമ്മളെ റെപ്യൂട്ടേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ടാവാം. The fifth point I wish to mention is that invest in a relationship. നമ്മുടെ സക്സസ് ഒരാളുടെ മാത്രം അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലി നേടി പോകുന്ന സക്സസ്, ആ സക്സസ് പലപ്പോഴും അതിന് എന്താ വെച്ച് കഴിഞ്ഞാൽ അത് നൈമിഷികമായിരിക്കും. അതേസമയം മീനിങ് ഫുൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്തുകൊണ്ട് ആണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് എങ്കിൽ തീർച്ചയായിട്ടും അത് കുറച്ചുകൂടി നമുക്ക് പിന്നെ കൂടുതലായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് സഹായകമായിട്ടുണ്ടാവും. അതിന് ആവശ്യമായിട്ടുള്ള നെറ്റ്വർക്കുകൾ നമ്മൾ സെറ്റ് ചെയ്യുക, എല്ലാവരെയും റെസ്പെക്റ്റ് ചെയ്യാൻ പഠിക്കുക, അതേപോലെ പരമാവധി കേൾക്കാൻ പഠിക്കുക, കേൾക്കാൻ മനസ്സിലാക്കുക, ലിസൺ ചെയ്യാൻ പഠിക്കുക. വേറെ ഒന്നും എക്സ്പെക്റ്റ് ചെയ്യാതെ നമുക്ക് ഇമ്മീഡിയറ്റ് റിട്ടേൺസ് ഒന്നും പ്രതീക്ഷിക്കാതെ മറ്റുള്ളവരെ സഹായിക്കാൻ നമുക്ക് പറ്റുക. ഇതൊക്കെയാണ് ഇൻവെസ്റ്റ്മെന്റിലെ റിലേഷൻഷിപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, യുവർ നെറ്റ്വർക്ക് ഓഫൺ ബിക്കംസ് യുവർ നെറ്റ്വർത്ത് എന്ന് പറയാറുണ്ട്. അപ്പോൾ ആ ഒരു നെറ്റ്വർക്ക്, ആ ഒരു റിലേഷൻഷിപ്പിനെ നമ്മൾ സ്ട്രോങ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. ഇപ്പം നോളജിൽ ഇൻവെസ്റ്റ് ചെയ്യുക, അതേപോലെ സ്കില്ലിൽ ഇൻവെസ്റ്റ് ചെയ്യുക, പിന്നെ അതേപോലെ ഹെൽത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുക, ക്യാരക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യുക, അതേപോലെ റിലേഷൻഷിപ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇനി ഒരു ഹിഡൻ ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് പറയാനുള്ളത്, അധിക ആളുകളും നമ്മൾ പണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ വളരെ കുറച്ച് ആളുകളാണ് സമയത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പം ലോകത്തെ എല്ലാവർക്കും നമ്മൾ പല പിന്നെ മോട്ടിവേഷൻ സെഷനിലും നമുക്ക് കേട്ടുള്ള കാര്യമാണ്, ലോകത്തിൽ എല്ലാവർക്കും ഒരേപോലെ അനുവദിക്കപ്പെട്ടിട്ടുള്ള ഒരേ ഒരു റിസോഴ്സ് ടൈമാണ്. അപ്പം ആ ടൈമിന് പിന്നെ നമ്മൾ വൈസായിട്ട് സ്പെൻഡ് ചെയ്യാൻ നമുക്ക് ശ്രമിക്കുക. നമ്മൾ സ്ക്രോളിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ആ ഒരു ടൈം പിന്നെ ലേണിങ്ങിനും കൂടി ഉള്ളതാക്കി മാറ്റുക. അതേപോലെ നമ്മൾ നിരന്തരമായിട്ട് നമ്മൾ സമയമില്ല എന്ന് നമ്മൾ കംപ്ലൈന്റ് പറയുന്നതിന് പകരം അതിനെ ആ ഒരു ടൈം യൂട്ടിലൈസേഷൻ
നമ്മൾ കൃത്യമാക്കിയിട്ട് അതിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. സക്സസ് എന്ന് പറഞ്ഞത്, സക്സസ് ഈസ് നോട്ട് അൻ ആക്ട് ബട്ട് എ ഹാബിറ്റ് എന്ന് പറയാറുണ്ട്. അപ്പോൾ ജീവിതം എന്ന് പറഞ്ഞത്, വിജയം എന്ന് പറഞ്ഞത് ഒരു സുപ്രഭാതത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം പെട്ടെന്ന് അങ്ങ് പൊട്ടിമുളച്ച് സംഭവിക്കുന്നതല്ല. നമ്മൾ നിരന്തരമായ പ്രാക്ടീസിലൂടെയാണ്, നിരന്തരമായ ഹാബിറ്റ്സിലൂടെയാണ് നമുക്ക് ഈ സക്സസ്സിലേക്ക് എത്താൻ പറ്റുന്നുണ്ടാവുക. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നമ്മളിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരുക്കങ്ങൾ ഞാൻ എന്നോടും നിങ്ങളോടും പറയാണ്. നമ്മളിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരുക്കങ്ങൾ നമ്മൾ തുടങ്ങിയിട്ടില്ലെങ്കിൽ നമ്മൾ അറ്റ് ദ ഏർലിയസ്റ്റ് തുടങ്ങുക. ഡെയിലി വായിക്കാനുള്ള ഒരു മനസ്സ്, ഒരു സമയം കണ്ടെത്തുക. ഡെയിലി എക്സർസൈസ് ചെയ്യുക. ഓരോ ദിവസവും പുതിയ കാര്യങ്ങളെ പഠിക്കാനുള്ള ഒരു മനസ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. അത്തരത്തിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ലൈഫിൽ വരാനിരിക്കുന്ന എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്യാൻ പറ്റുന്ന പാകത്തിലേക്ക് നമ്മൾ മാറ്റുക. അതാണ് നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ്. സോ താങ്ക് യു വെരി മച്ച്. താങ്ക് യു സാർ. എന്തെങ്കിലും സാർ, എന്തെങ്കിലും 4 മിനിറ്റ് കൂടി ഉണ്ട്. എങ്ങനെയാ? നമുക്കൊരു 4 മിനിറ്റ് കൂടി ഉണ്ട് എന്ന് പറയാം. ഓക്കെ. എന്തെങ്കിലും ക്ലാരിറ്റി വേണമെങ്കിൽ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഇൻവെസ്റ്റ്മെന്റ് ഇൻ റിലേഷൻഷിപ്പ് ഒന്നുകൂടി ഒന്ന് പറഞ്ഞാൽ. നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ഇൻ റിലേഷൻഷിപ്പ് പലപ്പോഴും പിന്നെ നമ്മുടെ ബന്ധങ്ങൾക്ക് പലപ്പോഴും പണത്തിനേക്കാൾ മൂല്യമുണ്ട് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കുക. കാരണം പലപ്പോഴും നമ്മളൊരു ഫ്രണ്ട്ഷിപ്പ്, ഒരു പക്ഷേ നമുക്ക് പണം കൊണ്ട് നേടാത്ത പല കാര്യങ്ങളും നമുക്ക് നേടാൻ കഴിയുന്നത് നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങളിലൂടെയും നമ്മുടെ ബന്ധങ്ങളിലൂടെ ആയിരിക്കും. അപ്പൊ ആ ബന്ധങ്ങൾ നമ്മൾ എത്രത്തോളം സ്ട്രോങ് ആകുന്നുണ്ടോ അത്രത്തോളം പിന്നെ നമുക്ക് അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നമുക്ക് അവിടെ കിടക്കും. പലപ്പോഴും എൻ്റെ യാത്രകളിൽ പലപ്പോഴും ഞങ്ങളെ കൂടെ യാത്ര ചെയ്യുന്നവരും എല്ലാം പലപ്പോഴും ഞങ്ങളെ സഹായിക്കുന്നത് ഞങ്ങള് സമ്പാദിച്ചു വെച്ച പണത്തിനേക്കാളേറെ നമ്മുടെ ബന്ധങ്ങളാണ് പലപ്പോഴും നമ്മളെ യാത്രകളിലൊക്കെ നമ്മളെ സഹായിക്കുന്നുണ്ടാവുക. അപ്പം യാത്രകളിൽ മാത്രമല്ല, നമ്മുടെ ലൈഫിൽ ഓരോ ഘട്ടത്തിലും നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന ഓരോ റിലേഷൻഷിപ്പുകളും നമ്മളെ സഹായിക്കുന്നുണ്ടാവും. അപ്പൊ ആ റിലേഷൻഷിപ്പ് നമ്മൾ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കിട്ടുന്ന, ഓൾറെഡി നമ്മളെടുത്ത് റിലേഷൻഷിപ്പ് ഇഷ്ടം പോലെ കണക്ഷൻസ് ഉണ്ടാവും. പക്ഷെ ആ കണക്ഷൻസിനൊന്നും നമ്മൾ പിന്നെ ഉപയോഗപ്പെടുത്താറോ അല്ലെങ്കിൽ അതിനൊന്ന് പൊടി തട്ടി ഫ്രഷ് ആക്കി വെക്കാറോ നമ്മൾ ശ്രമിക്കാറില്ല. അപ്പോൾ അതിനൊന്ന് ഫ്രഷ് ആക്കി വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് ഒരു സാമ്പത്തിക ഇൻവെസ്റ്റ്മെന്റിനേക്കാളും ഒരുപക്ഷെ ഗുണം കിട്ടുന്നുണ്ടാവുക ഇത്തരം റിലേഷൻഷിപ്പിലൂടെ ഉണ്ടാവുന്ന പിന്നെ ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും. അപ്പൊ അതാണ് റിലേഷൻഷിപ്പിലുള്ള ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഒരു ഇൻവെസ്റ്റ്മെന്റും കൂടി തോന്നുന്നത് സ്പിരിച്വൽ ഇൻവെസ്റ്റ്മെന്റ്, പീസ്ഫുൾ ഡെത്തിന് ഹെൽപ്ഫുൾ ആവുന്ന സ്പിരിച്വൽ ഇൻവെസ്റ്റ്മെന്റ്. ഷുവർ, തീർച്ചയായിട്ടും. സലീം സാറേ, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാനേ. ഓക്കെ. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഈ പ്രഭാതം വളരെ അർത്ഥവത്തായ, നമ്മെ ചിന്തിപ്പിക്കുന്ന രീതിയിൽ ഉള്ള ഒരു ടോപ്പിക്, ഇൻവെസ്റ്റ് ഇൻ യുവർ സെൽഫ് എന്ന ഈ ടോപ്പിക്കിൽ സാറ് വളരെ ഈ അരമണിക്കൂർ കൊണ്ട് ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുകയുണ്ടായി. മരം വെട്ടുകാരായ 2 പണിക്കാരുടെ ഹാർഡ് വർക്കും സ്മാർട്ട് വർക്കും എന്താണ് എന്നുള്ള അത് നമ്മൾക്ക് മുന്നിൽ കൃത്യമായി അവതരിപ്പിച്ചുകൊണ്ട് ഓർഡിനറി പീപ്പിളും എക്സ്ട്രാ ഓർഡിനറി പീപ്പിളും തമ്മിലുള്ള വ്യത്യാസം, അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്കുണ്ടായിരിക്കേണ്ട 5 തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റിലൂടെ കടന്നുപോയി
വർഷങ്ങളായി ഉപയോഗിക്കുന്ന ഫോൺ അത് അപ്ഡേറ്റ് ചെയ്യാതെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന അതിൻ്റെ എഫിഷ്യൻസി എത്രത്തോളം ഉണ്ട് എന്നുള്ളതും നമുക്ക് മുന്നിൽ കൃത്യമായി സാർ ഇവിടെ തുറന്നു കാണിക്കുകയുണ്ടായി. ഇത്രയും നല്ല മനോഹരമായ ഒരു ക്ലാസ് നമ്മെ ചിന്തിപ്പിക്കുന്ന രൂപത്തിൽ നമുക്ക് മുന്നിൽ അവതരിപ്പിച്ച പ്രിയപ്പെട്ട സാറിനോടുള്ള നന്ദി അറിയിക്കുന്നു. ഡോക്ടർ അനസ് സാറോടുള്ള നന്ദി, ഡിവിഷന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ഒപ്പം പ്രോഗ്രാമിന്റെ ഡയറക്ടർ ന്യൂസിയ മാഡം, ടീം ഇൻചാർജ് ഹസ്ന ഖാദർ, അതുപോലെ തന്നെ മുഴുവൻ പാർട്ടിസിപ്പൻസ് എല്ലാവരോടുമുള്ള ഹൃദ്യമായ നന്ദി അറിയിക്കുന്നു. ഈ സെഷന്റെ ഫീഡ്ബാക്ക് നമ്മുടെ ഗ്രൂപ്പിലൂടെ അറിയിക്കുന്നതായിരിക്കും. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.